ഡോക്ടർ ഡോപ്പയുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയബറ്റീസിനെ കുറിച്ചാണ്. സ്റ്റിൽ എല്ലാ വർഷവും ഒരു വേൾഡ് ഡയബറ്റിക് ഡേ ആകുന്നത് കാരണം നമ്മൾ ഡയബറ്റീസിനെ കുറിച്ചും റിലേറ്റഡ് ആയിട്ടുള്ള ആരോഗ്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നീറ്റ് റിലേറ്റഡ് ആയിട്ട് ഡയബറ്റീസിനെ കുറിച്ച് എന്ത് സംസാരിക്കാൻ പറ്റും ഞാൻ ആലോചിച്ച സമയത്ത് എനിക്കുണ്ടായ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്നുള്ളതാണ്. ബിഫോർ ദാറ്റ്, ഡയബറ്റീസ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു? ലോകത്തെ ഏറ്റവും കൂടുതൽ മരണകാരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക ആക്സിഡൻസ്, എന്തെങ്കിലുമുള്ള പ്രത്യേകമായിട്ടുള്ള അസുഖങ്ങളൊക്കെയാണ്. പക്ഷെ നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, വേൾഡിലെ ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ മരണകാരണം അല്ലെങ്കിൽ മോർബിഡിറ്റി എന്ന് പറയും, മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി എന്നുണ്ട്. മോർബിഡിറ്റി എന്ന് പറയുമ്പോൾ കൂടുതൽ അസുഖം വരാനോ അത് കാരണം ഹ്യൂമന് ആരോഗ്യപരമായിട്ടുള്ള ഡിസബിലിറ്റി വരാനോ ഉള്ള ഏറ്റവും കൂടുതലായിട്ടുള്ള കാരണത്തിനുള്ള അസുഖമാണ് ഡയബറ്റീസ്. ഡയബറ്റീസ് ഒരു അസുഖമായിട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ട രൂപത്തിലുള്ളൊരു അസുഖമല്ല, ജീവിതശൈലി അസുഖങ്ങളിൽ പെട്ടതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി റിലേറ്റഡ് ആയിട്ട് നമുക്ക് വരുന്നതോ അല്ലെങ്കിൽ ജെനറ്റിക്കായിട്ട് നമുക്ക് ഉള്ളത് നമുക്ക് കുറച്ച് ജീവിതശൈലി കാരണം പെട്ടെന്ന് അപ്പിയർ ആകുന്ന രൂപത്തിലൊക്കെയാണ് ഡയബറ്റീസ് വരുന്നത്. അതിലുള്ള കൺട്രോൾ എന്ന രൂപത്തിലേക്ക് നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ചെയ്യുക, ഇൻസുലിൻ വേണ്ട സമയത്ത് വേണ്ട അളവിൽ ഇൻസുലിൻ എടുത്ത് അതിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഡയബറ്റീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മോർബിഡിറ്റി, മോർട്ടാലിറ്റി, മരണനിരക്കും കൂടുതൽ അസുഖം വരാനുള്ള നിരക്കും ഒക്കെ കൂടിയിരിക്കുന്ന ഈ അസുഖം ഹൈലി കൺട്രോളബിൾ ആണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഡയബറ്റീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് മരണകാരണങ്ങളും ഒരുപാട് അസുഖം കൂടിയുള്ള മോർബിഡിറ്റീസ്, അസുഖം മൂർച്ഛിച്ചത് കാരണം വരുന്ന അസുഖങ്ങളും നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ വലിയ എയിമിൽ തന്നെ നമ്മൾ എത്തിക്കേണ്ടത്. നമ്മളെ ചുറ്റുപാടുള്ള വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ട്. അപ്പം നീറ്റ് ആസ്പിരൻസ് ആയ കുട്ടികൾ നിങ്ങളുടെ സറൗണ്ടിങ്സ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനും പാരൻസിനും ഒരു ഫ്യൂച്ചർ ഡോക്ടർ എന്ന നിലയ്ക്ക് തന്നെ പറഞ്ഞ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പർലി ട്രീറ്റ് ചെയ്യുക എന്നുള്ള നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിൽ വളരെ വലിയൊരു തെറ്റിദ്ധാരണയാണ് മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ മരുന്നിന് അഡിക്റ്റ് ആവും എന്നുള്ളത്. എങ്ങനെയോ വന്നൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ പറഞ്ഞ് നടക്കുന്ന ഒരു തെറ്റായ ഇൻഫർമേഷനാണ് മരുന്ന് അതിൽ കഴിക്കുക എന്നുള്ളത്. എന്തോ നമ്മൾ എന്താ ചെയ്യുക, സാക്രിഫൈസ് ചെയ്യുന്നത് പോലെ വരുന്നൊരു കാര്യമാണ്. ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് നമ്മൾ നന്നായി കുറച്ച് നിർത്തണമല്ല, ആപ്റ്റായിട്ട് നിർത്തണം. അതൊരു നീറ്റ് ആസ്പിരൻ്റ് എന്ന നിലയ്ക്ക് അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ചിലപ്പോൾ നിങ്ങളെ പാരൻ്റ് ആവാം, റിലേറ്റീവ് ആവാം, അവർക്ക് വേണ്ട രൂപത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വന്ന സ്റ്റോറി ഇതാണ്. നമുക്ക് റെസിഡൻഷ്യൽ ബാച്ച് ഉണ്ടായിരുന്നു. അതിൽ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ഇൻസുലിൻ ജന്മനാ തന്നെ ഇൻസുലിൻ്റെ കുറവുള്ളത് കാരണം റെഗുലർലി ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻസുലിൻ ഹോസ്റ്റലിൽ കൊണ്ടുപോയി റെഫ്രിജറേറ്ററിൽ വെച്ച് ഇഞ്ചെക്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് അത് അസുഖം അല്ലെങ്കിൽ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാറ്. അപ്പോൾ അതോടുകൂടി തന്നെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ ഷുഗർ കൂടി പോയിട്ടുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടിയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടി അധിക പേരും സജസ്റ്റ് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാനാണ്. കുട്ടിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു വരുമ്പോൾ സമയത്താണ് കാലിനൊരു മുറിവ് പറ്റി. നമുക്കറിയാം ഡയബറ്റീസ് ഉള്ള കുട്ടികൾക്ക് കാലിന് മുറിവ് പറ്റി കഴിഞ്ഞാൽ മാറാൻ കുറച്ചധികം സമയം എടുക്കും എന്നുള്ളതാണ്. അങ്ങനെ മാറാൻ സമയം എടുത്തു, മൾട്ടിപ്പിൾ തവണ ഇൻഫെക്ഷൻസ് വന്നു, ഞങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു, വീട്ടിലേക്കൊക്കെ പോകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഒന്ന് പറഞ്ഞിരുന്ന കാര്യമുണ്ട്, ഇപ്പം എനിക്ക് വീട്ടിലേക്കാളും സൗകര്യമാണ് ഇവിടെ. കാരണം വാർഡൻസോ ബാക്കി ഫ്രണ്ട്സോ എനിക്ക് ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരും. എനിക്ക് സ്റ്റഡി ഹാളിൽ നിന്നുകൊണ്ട് എന്നെ ക്ലാസ് കേൾക്കാനും പഠിക്കാനും കൂടുതൽ സൗകര്യമാണ്. കാരണം ആ കുട്ടി കാണിച്ചൊരു മെൻറ്റാലിറ്റിയാണ്. അങ്ങനെ ആ ഒരു ഉണ്ടായ അസുഖം, കാലിലുണ്ടായിരുന്ന വൂണ്ട്, ഡയബറ്റീസ് അവിടെ നിന്നുകൊണ്ട് തന്നെ മാനേജ് ചെയ്തുകൊണ്ട് ആ ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഫൈനൽ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സെക്കൻഡ് ഇയർ MBBS പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈവൻ ഡയബറ്റിക് അല്ലെങ്കിൽ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും ആ കുട്ടി കാണിച്ച അല്ലെങ്കിൽ റെസിഡൻഷ്യലിൽ നിന്നുകൊണ്ടും അവിടെ ഉണ്ടായ അസുഖം ഉണ്ടായ സമയത്തും വീട്ടിൽ പോകാണ്ട് തന്നെ പഠിക്കാൻ കാണിച്ച ആ കറേജും അവർക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വേൾഡ് ഡയബറ്റിക് ഡേ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതേപോലെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ മുന്നോട്ട് വരിക. ആൻഡ് ഡയബറ്റീസിന് വേണ്ടി നിങ്ങൾ സറൗണ്ടിങ് ആയിട്ടുള്ള എല്ലാ ആളുകളെയും ഒരു ഫ്യൂച്ചർ ഡോക്ടർ എന്ന രൂപത്തിൽ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. അവരോടൊക്കെ ഡയബറ്റീസ് നിർബന്ധമായി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു കാര്യമാണ്. അത് ഒരുപാട് മരണകാരണങ്ങൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള മരണകാരണങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മൾ അസുഖം മൂർച്ഛിച്ച് നമ്മൾ ഹോസ്പിറ്റലൈസ് ആവുന്നതൊക്കെ കുറയ്ക്കാനും സാധിക്കും എന്നുള്ളത് ഒരു ഡയബറ്റീസ് പേഷ്യൻ്റ് എന്ന നിലക്കും നിങ്ങളോട് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താൻ പറ്റും. ഈ ഒരു മെസ്സേജ് നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക. ഡയബറ്റീസ് കൺട്രോൾഡ് ആയിട്ടുള്ള പോപ്പുലേഷന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഹോപ്പ് ചെയ്യാം. താങ്ക് യു.